താങ്ക് യു രോഹിത് സാർ. നിങ്ങൾ കൊടുത്തയച്ചിട്ടുള്ള ഗിഫ്റ്റ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. രോഹിത് സാറ് മുംബൈ മലയാളിയാണ്. അപ്പോൾ അദ്ദേഹം നമുക്കൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കഴിഞ്ഞ 3-4 ദിവസമായി അവിടെ നിന്ന് അയച്ചിട്ട് പോസ്റ്റ് വഴിയാണ് സാധനത്തിൽ ഇന്നലെ നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു പ്ലാനിങ് ഡ്രീം പ്രോജക്റ്റ് അല്ലെങ്കിൽ നമ്മൾ പ്ലാനിങ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്ഥലം എവിടെയെങ്കിലും ലീസിനെടുത്തിട്ട്, സ്ഥലമില്ലാത്തതുകൊണ്ട് ലീസിനെടുത്തിട്ട് അവിടെ കൂടുതലായിട്ട് കൃഷി ചെയ്യുക, അതിനൊരു വരുമാനം കണ്ടെത്താനുള്ള പ്ലാനിങ് ഒക്കെ ഉള്ളത്. അപ്പോൾ ഇത് നമ്മൾ സഹോദരങ്ങളോടൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഉപ്പ ഇടയ്ക്ക് പറയാറുണ്ട്, വീട്ടിൽ കുറച്ച് തെങ്ങാണുള്ളത്, അതുപോലും നിങ്ങൾക്ക് മാന്താനും അതുപോലെ തന്നെ തോട്ടം കൊത്താനും സമയമില്ല, പിന്നെയാണ് കൃഷി ചെയ്യാറുള്ളത് എന്നൊക്കെ തമാശ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, തോട്ടത്തിലേക്ക് ഇറങ്ങിയിട്ട് തെങ്ങും തടം ഇതാക്കണ്ടില്ലേ മാന്തി, അപ്പം മാന്താനും വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു. രാവിലെ ഇറങ്ങിയതാണ്. ഇപ്പോൾ ഉച്ചയ്ക്ക് ഏകദേശം 1:30-2 മണി സമയമായി. 2 തെങ്ങിൻ്റെ തടം നമ്മൾ മാന്തിയിട്ടുണ്ട്. ഇതുപോലെ കുഴപ്പമില്ലാത്ത രീതിയിൽ മാന്തി ഇട്ടിട്ടുണ്ട്. പ്രൊഫഷണലായിട്ടൊന്നും മാന്തിയില്ല, കറക്റ്റ് റൗണ്ടോ ഷേപ്പോ കാര്യങ്ങളില്ല, എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്കിവിടെ മാന്തിയിട്ടുണ്ട്. അതിലിടയ്ക്ക് ഇവിടെ തെങ്ങ് വലിച്ചു കെട്ടാനുള്ള ആൾക്കാരും വന്ന് ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് അൺബോക്സിങ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നത്. ഇപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ രാവിലെ ഇറങ്ങി തെങ്ങുംതടം മാന്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് തെങ്ങ് കെട്ടാൻ വലിച്ചു കെട്ടാൻ ആൾക്കാർ വന്നത്. അപ്പോൾ അവരെന്ത് ചെയ്ത് തെങ്ങ് വലിച്ച് കെട്ടുക, ആ സമയം നമുക്ക് പോയി അങ്ങനെ എന്ത് ഒക്കെ വലിച്ചു കെട്ടലൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും പിന്നെയാണ് നമ്മൾ ഈ തെങ്ങുംതടം തുറക്കാൻ നിന്നത്. നേരത്തെ നമ്മൾ അവിടെ ആ മൂലയിലുണ്ട്, അവിടെ ഉള്ളൊരു തെങ്ങാണ് തടം മാന്തിയിട്ടുണ്ടായിരുന്നത്. ഇനി എന്തെങ്കിലും ഇത് വെട്ടി മൂടാനൊക്കെ ഉണ്ട്. അതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇത് കഴിഞ്ഞ് ഇനി ഇത് കുളിച്ച് ഫ്രഷായിട്ട് നമുക്ക് അൺബോക്സിങ് ചെയ്യണം. അൺബോക്സിങ് ചെയ്യൽ നമുക്ക് എന്ത് ചെയ്യാം, തൊട്ടപ്പുറത്ത് നമ്മളെ നെല്ല് കാറ്റത്ത് ഇടാനും വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് പറ്റുകയാണെങ്കിൽ അവിടെ പോയിട്ട് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇന്ന് അവിടെ പണിക്കാരുണ്ട്, അപ്പോൾ അവിടെ പോയിട്ട് നെല്ല് കാറ്റത്ത് ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം, അൺബോക്സിങ് ചെയ്യാം. ഇതാണ് നമുക്ക് വന്നുള്ള ഗിഫ്റ്റ് കേട്ടോ. ഇത് രോഹിത് രത്നാകരൻ എന്ന് പറഞ്ഞ ആളാണ് നമുക്ക് ഗിഫ്റ്റ് അയച്ചിട്ടുള്ളത്. നമുക്ക് എങ്ങനെയായാലും എന്ത് ചെയ്യാം, ഇനി ഇത് അൺബോക്സ് ചെയ്യാം. എന്തൊക്കെയുള്ളതെന്ന് കറക്റ്റ് അറിയില്ല. ചെറിയൊരു സൂചന രോഹിത് സാർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു എന്തൊക്കെയുള്ളത്. ഇനിയിപ്പം നമ്മളത് ഏതായാലും പൊട്ടിച്ച് നോക്കാം. ഇപ്പോൾ ഒന്ന് പറയാൻ നിൽക്കണ്ടല്ലോ, പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാമല്ലോ എന്താണെന്നുള്ളത്. ഇവിടെ വന്നിട്ടുള്ളത് ഒന്ന്, ഇത് TDS ചെക്ക് ചെയ്യുന്ന സംഭവമാണ്. ഞാൻ വിചാരിച്ചു നമുക്ക് ഫിഷിങ്ങിനുള്ള റോഡ് ആൻഡ് റീൽ നമ്മൾ ഉപയോഗിച്ചിരുന്നില്ല, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തോ സംഭവമാണെന്ന് വിചാരിച്ചിരുന്നു. ഇത് TDS ആണ്, TDS ചെക്ക് ചെയ്യുന്ന സംഭവമാണിത്. പിന്നെ അതുപോലെ തന്നെ ഒരു പൗച്ചുണ്ട്. ഞാൻ ഉപയോഗിക്കുന്നത് ഓപ്പോ F7 ക്യാമറയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു അണ്ടർ വാട്ടർ ചെയ്യാനും വേണ്ടിയിട്ട് ഈ പൗച്ച് ഉപയോഗിച്ചാൽ മതിയെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതായിരിക്കും ഇത്. ഇതെങ്ങനെയാണ് ഇതിൻ്റെ യൂസേജ് എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. അതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് പിന്നീട് വീഡിയോസൊക്കെ എടുക്കാൻ ശ്രമിക്കുക. രണ്ടാമത് കിട്ടിയിട്ടുള്ളത് ഈ സംഭവമാണ്. പിന്നെ വന്നിട്ടുള്ളത് ഇതാണ്. ഇതെന്തോ സംഭവം, pH ചെക്ക് ചെയ്യാനുള്ള മീറ്ററാണ് കേട്ടോ. ഇതൊക്കെ കാലിബ്രേറ്റ് ചെയ്തതാണ്. അദ്ദേഹം വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാലിബ്രേറ്റ് ചെയ്ത സാധനമാണ് ചെയ്തിട്ടാണ് വിട്ടുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് pHൻ്റെ ടെസ്റ്റ് ചെയ്യാനുള്ള മീറ്ററാണ്. ഇതൊക്കെ യൂസേജ് നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കാം. pH മീറ്റർ. ഇനി അടുത്തത് ഈ ഒരു സംഭവം ഉണ്ട്. ഇതെനിക്ക് ഒന്ന് നമ്മൾ ചൂണ്ടിടില്ല, റോഡ് ആൻഡ് റീലൊക്കെ ഉപയോഗിച്ച് ചൂണ്ടിടൂലേ, അപ്പോൾ ഇങ്ങനെ പൊന്തിക്ക് എടുക്കാനുള്ള സാധനമുണ്ട്. നമ്മൾ പൊന്ത് കെട്ടുക എന്നൊക്കെ പറയില്ലേ, ചൂണ്ടിടുമ്പോൾ വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പൊന്ത് കെട്ടാനുള്ള എന്തോ സംഭവമാണ്. പിന്നെ അതുപോലെ തന്നെ അടുത്തത് ഇതാണ്. ഇത് നമ്മൾ ചൂണ്ടിടാൻ ഉപയോഗിക്കുന്ന സാധനം തന്നെ കേട്ടോ.
ചൂണ്ടിടാൻ ഉപയോഗിക്കുന്ന കണ്ടില്ലേ, ഇതിലൊക്കെ കൊക്കുണ്ട്, മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്നതാണിത്. അപ്പോൾ ഇതുണ്ട്. ഇനി അടുത്തത് അതുപോലെ തന്നെ ഇതെന്താ, നൈട്രേറ്റ് ചെക്ക് ചെയ്യാനുള്ള ഒരു ടെസ്റ്റ് കിറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉള്ളത് നമ്മൾ നേരത്തെ കാണിച്ചില്ലേ, ഇതിനെന്താ പേര് പറയുക, ലൂറാണോ എന്താ, ലൂറന്നെ എന്തുകൊണ്ട് ഇതിന് പേര് പറയട്ടെ, എനിക്കിതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ല. ഒരു സുഹൃത്ത് നൽകുന്ന സമ്മാനം വില മതിക്കാനാകാത്ത ഒന്ന് തന്നെയാണ്. നമുക്ക് ഇന്നിവിടെ കിട്ടിയിട്ടുള്ളതും അതുതന്നെയാണ്. അതേപോലെ തന്നെ ഈ കിട്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെ നമുക്ക് അത്രയും ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്. നമുക്ക് നമ്മുടെ മൈ ഫാമിങ്ങിലൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഫിഷ് ഫാമിങ് ചെയ്യുന്നവർക്കൊക്കെ പ്രധാനമായിട്ടും ഉപകാരപ്പെടുന്ന സംഭവങ്ങളാണ് നമുക്കുള്ളത്. pH മീറ്റർ ആണെങ്കിലും ശരി, നൈട്രേറ്റ് അളക്കുന്ന ടെസ്റ്റ് കിറ്റ് ആണെങ്കിലും ശരി, TDS ചെക്ക് ചെയ്യുന്നതാണെങ്കിലും ശരി, എല്ലാം നമുക്ക് ഉപകാരപ്പെടുന്ന സംഭവം തന്നെയാണ്. ഒരിക്കലും നമുക്ക് ഒരാൾക്ക് തരുന്ന ഗിഫ്റ്റ്, അതായത് സമ്മാനം, ഒരിക്കലും വില മതിക്കാനാവാത്ത ഒന്ന് തന്നെയാണ്. നമുക്കൊരു വലിയ താങ്ക്സ് തന്നെ ഉണ്ട് നമ്മളുടെ രോഹിത് സാറിനോട് പറയാൻ. വലിയൊരു താങ്ക്സ് തന്നെ നമുക്ക് ഈ ഒരു വേളയിൽ പറയാനുള്ളത്. ഒരുപാട് നന്ദി.